ഹായ് ഫ്രണ്ട്സ്, ടാലി പ്രൈം അക്കൗണ്ടിംഗ് കോഴ്സിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ടാലിയിലെ വിവിധ തരം വൗച്ചറുകളെ കുറിച്ചാണ്. അതായത് നമ്മുടെ ട്രാൻസാക്ഷനുകളെ ടാലിയിലേക്ക് എൻ്റർ ചെയ്യാനുള്ള ഇൻപുട്ട് മെത്തേഡുകളാണ് വൗച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ. വൗച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള വൗച്ചേഴ്സ് ഉണ്ട്. സെയിൽസ് വൗച്ചേഴ്സ് ഉണ്ട്, പർച്ചേസ് വൗച്ചേഴ്സ് ഉണ്ട്, റെസീപ്റ്റ്സ് ഉണ്ട്, പേയ്മെൻറ്റ്സ് ഉണ്ട്, ക്രെഡിറ്റ് നോട്ട്സ്, ഡെബിറ്റ് നോട്ട്സ്, അങ്ങനെ വിവിധ തരം ഇൻപുട്ട് മെത്തേഡുകളുണ്ട്. അതിനെയാണ് നമ്മൾ വൗച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇന്ന് നമുക്കിവിടെ റെസീപ്റ്റ്സ്, പേയ്മെൻറ്റ്സ്, വൗച്ചറുകളെ കുറിച്ച് മനസ്സിലാക്കാം. അതിനുവേണ്ടി നമുക്ക് ഗേറ്റ് വേ ഓഫ് ടാലിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ വൗച്ചേഴ്സ് എന്ന ഓപ്ഷൻ കാണാം. ഇവിടെ ആദ്യമായി നമുക്ക് റെസിപ്റ്റ്സ് ആണ് പരിചയപ്പെടാൻ പോകുന്നത്. ഉദാഹരണത്തിന് നമുക്കൊരു ഇൻകം ലഭിച്ചു. സെയിൽസ് ഒന്നുമല്ലാത്ത ഒരു തരത്തിലുള്ള ഇൻകം, മിസലേനിയസ് ആയിട്ടുള്ള ഒരു ഇൻകം ലഭിച്ചു കഴിഞ്ഞാൽ നമുക്കിത് എങ്ങനെ ഇൻപുട്ട് ചെയ്യാം എന്ന് നോക്കാം. ഇവിടെ മിസലേനിയസ് എന്ന ലെഡ്ജർ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് എൻ്റർ അടിച്ചാൽ എത്രയാണോ നമ്മുടെ ഇൻകം അതിവിടെ നമുക്ക് എൻ്റർ ചെയ്യാൻ കഴിയുന്നതാണ്. എമൗണ്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നറേഷൻ കൊടുക്കാം. സെയിൽ ഓഫ് ഓൾഡ് ന്യൂസ് പേപ്പർ. അത് കഴിഞ്ഞാൽ നമുക്കിത് സേവ് ചെയ്യാം. അതുപോലെ തന്നെയാണ് നമ്മുടെ പേയ്മെൻറ്റ് വൗച്ചറുകളെ നമ്മൾ എൻ്റർ ചെയ്യുന്നത്. പേയ്മെൻറ്റ് വൗച്ചർ എൻ്റർ ചെയ്യാം. ഇവിടെ ക്യാഷ് തന്നെയാണ്. ഉദാഹരണത്തിന് നമ്മളൊരു വേജസ് കൊടുത്തു എന്ന് വിചാരിക്കാം. വേജസിൻ്റെ ലെഡ്ജർ നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. വേജസ് അണ്ടർ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. നോട്ട് അപ്ലിക്കബിൾ കൊടുക്കാം. GST നോട്ട് ആപ്ലിക്കബിൾ കൊടുക്കാം. സർവീസ് കൊടുക്കാം. സേവ് ചെയ്യാം. അത് കഴിഞ്ഞ് ഇവിടെ എത്രയാണ് നമ്മൾ വേജസ് കൊടുത്തത് എന്ന് എൻ്റർ ചെയ്യണം. 850. ഇതിൻ്റെ നറേഷൻസ് നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. വേജസ് ഫോർ മിസലേനിയസ് വർക്ക്. അത് കഴിഞ്ഞ് നമുക്കിതിവിടെ സേവ് ചെയ്യാം. ഇങ്ങനെയാണ് റെസിപ്റ്റ്സ് വൗച്ചറുകളും പേയ്മെൻറ്റ് വൗച്ചറുകളും നമ്മൾ നമ്മുടെ ടാലിയിൽ എൻ്റർ ചെയ്യുന്നത്. ഈ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ്.